ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 മുട്ട കിടക്കുന്നുണ്ടോ, ഇത് ഓർഗാനിക് അല്ലാത്തതും അത് ഓർഗാനിക്കുമാണ്. കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ക്ലിയർ ഒരു എവിഡൻസാണ്. എന്താണെങ്കിലും ഇതിൻ്റെയും കൂടെ നമുക്കൊരു ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടി നമ്മളിതും കൂടെ മിക്സ് ചെയ്യുന്നു എന്ന് മാത്രം. സോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വേണ്ടേ 6 ഹോൾ എഗ്സ്, ഇത് മാത്രമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ അത്യാവശ്യം കാറ്റൊന്നുമില്ല. ജനറലി ഇവിടെ സമ്മറാണെന്ന് പറഞ്ഞാൽ പോലും ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര കാറ്റൊക്കെ വരും, പിന്നെ അങ്ങോട്ട് തണുക്കാൻ തുടങ്ങും. ഇപ്രാവശ്യം ഇപ്പോൾ പ്രോപ്പർ സമ്മർ ആയിരിക്കുമെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം സമ്മർ എന്ന് പറയുന്ന സാധനമേ ഇല്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് വെയിലുണ്ടെങ്കിൽ പോലും പുറത്ത് ഭയങ്കര തണുപ്പായിരുന്നു. യെസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലൈമറ്റിന് വേണ്ടി ഇനിയിപ്പോൾ ജാക്കറ്റൊന്നും എടുക്കുന്നില്ല. ഇപ്പോൾ ഇട്ടേക്കുന്ന എന്തൊക്കെയാണോ ഇതുപോലെ തന്നെ അങ്ങ് പോവുകയാണ്. Hi guys, this is called Alpine roller coaster. അപ്പോൾ ഈ ഒരു സ്ഥലം സത്യം പറഞ്ഞാൽ ഞാനും ഗാബിച്ചനും കൂടി ലൈക്ക് വി ഹാവൻ ഗോൺ ഫോർ ഡേറ്റ്സ്. അങ്ങനെ ഇങ്ങനത്തെ അഡ്വഞ്ചറസ് ഡേറ്റ്സിന് പോയിട്ടില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ടാണ് കൂടുതൽ പോണത്. സോ ലൈക്ക് ദിസ് ഈസ് കോൾഡ് പെൻലാൻഡ് ഹിൽസ്. പെൻലാൻഡ് ഹിൽസിൽ ഞാൻ നേരത്തെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഈ റോളർ കോസ്റ്റർ എന്ന് നോക്കുമ്പോൾ നമ്മൾ ആ തീം ലാൻഡിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ തല ഇറങ്ങിപ്പോയി ഇങ്ങനെ കുറേ ടേൺസ് എടുത്ത് അങ്ങനത്തെ സംഭവമല്ല. ഇതൊരു നോർമൽ ഒരു തള്ളുവണ്ടിയിൽ ഇങ്ങനെ നമ്മളായിട്ട് തന്നെ മാനുവലി സ്പീഡെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോണൊരു സാധനമാണ്. അപ്പോൾ ഇതൊരു വലിയ സ്ലോപ്പിലോട്ട് കയറ്റി കൊണ്ടുപോകും. ദെൻ അവിടെ നിന്ന് ഇങ്ങനെ ഈ സ്ലോപ്പ് ഇറങ്ങി ലൈക്ക് അതുപോലെ അവർ ട്രാക്ക് ഡിസൈൻ ചെയ്തേക്കണേ. ഒരു സീറ്റിൽ 2 പേർക്ക് ഇരിക്കാം. അതിന് ഈവൻ വെയ്റ്റിനും ഉണ്ട്, ലൈക്ക് ദർ ആർ റെസ്ട്രിക്ഷൻസ്. പിന്നെ കൊച്ചുങ്ങളുടെ ഏജും അങ്ങനത്തെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. സോ ഇറ്റ് ഈസ് ക്വൈറ്റ് ചീപ്പ്. 7 പൗണ്ട്സേ ഉള്ളൂ ഒരാൾക്ക്. 2 പേര് ഒരു സീറ്റിലിരുന്ന് പോവുകയാണെങ്കിൽ ഇറ്റ്സ് 14 pounds. ഒരു സീറ്റിലല്ല, ഒരാൾ പുറകിലല്ലേ? ഒരു സീറ്റിൽ മീൻസ് ഒരു കസാര, ലൈക്ക് ഒരു കസേരയോ? ഇറ്റ്സ് ലൈക്ക് ഒരു കസാരയിൽ ഒരു വണ്ടി പോലെ, ഒരു ചെറിയൊരു വണ്ടി. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒരു അപ്ഡേറ്റ് തരാം. അപ്പം എന്താണ് സംഭവിച്ചത്? നമ്മൾ മൂഞ്ചി. അതായത് ഇതിന് നല്ല തിരക്കുള്ളത് കൊണ്ട് ഓൾറെഡി ആൾക്കാർ പ്രീ ബുക്ക് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് ആ ടിക്കറ്റ് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് അങ്ങനെ കയറാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ തിരക്കുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന്. എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ ഇല്ല, പോയിട്ട് പിന്നെ വരിക എന്നുള്ള രീതിയിൽ തന്നെ അവർ പറഞ്ഞ്. സത്യം പറഞ്ഞാൽ റിസർച്ച് ചെയ്തപ്പോൾ ഞാൻ അവളുടെ ഒടുക്കത്തെ റിസർച്ച് ലിസൺ ഐ ഫൗണ്ട് ഔട്ട് ദ പ്ലേസ് ഇട്ടാ. പക്ഷെ അതിലങ്ങനെ ഓൺലൈൻ ബുക്ക് ചെയ്യണം അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഐ ഡിഡ്ന്റ് സീ ദാറ്റ്. എനിവേ നിങ്ങൾക്ക് ആ ഒരു വിഷ്വൽ കാണാൻ പറ്റും. ഇത് സംഭവം ഇങ്ങനെ കുറച്ചേ കാണത്തുള്ളൂ. അപ്പം അതിലേക്കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിനി പിന്നീട് ഒരു ദിവസം വീണ്ടും ഒന്നുകൂടെ വരാം. അമ്മ പറയുന്നു, ചിലപ്പോൾ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് തരുമ്പോൾ എപ്പോഴും കുറച്ചേ തരാവുള്ളൂ, ഒറ്റയടിക്ക് കൊടുക്കരുത്. വേണ്ടി വന്നാൽ മാത്രം ഞാൻ പറയാം, ഞാൻ വാദം തുറന്ന് പറയാം. One more. അമ്മ താഴോട്ട് വിളിക്കേ ഉണ്ട്. 4 5 6 പോട്ടെ 7 8 9 ഒരെണ്ണം കൂടെ.
അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന മേളിൽ ചെയ്തിരുന്ന വർക്കൗട്ടുകളെല്ലാം നമ്മുടെ അപ്പർ ബോഡി ഡിഫൈൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കോമ്പറ്റീഷൻ എടുക്കുന്നതുകൊണ്ട് ജസ്റ്റ് അപ്പർ ബോഡി ഡിഫൈൻ ചെയ്യാൻ വേണ്ടി മാത്രം. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ക്ലോസ് ഗ്രിപ്പ് ബെഞ്ച് പ്രസ്സാണ്. ക്ലോസ് ഗ്രിപ്പ് ബെഞ്ച് പ്രസ് ഇവിടെ തൊട്ടാണ് നമ്മുടെ ആംസ് തുടങ്ങുന്നത്. ഒരു മിനിറ്റ് ഇതിവിടെ ഇരിക്കട്ടെ. അപ്പം ഉദ്ദേശം ഇത്രേ ഉള്ളൂ. സ്മിത്ത് മെഷീനിൽ മാക്സിമം നെഗറ്റീവ് കൺട്രോൾ ചെയ്ത് താഴെ കൊണ്ടുവരുന്നു, എന്നിട്ട് എക്സ്പ്ലോഡ് ചെയ്യുന്നു. പിന്നെ ഈ ഒരു സാധനം എടുത്തത് പണ്ട് നിങ്ങൾ ട്രെയിൻ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞ് കാണും. പഴയ ജിമ്മിലൊക്കെ ആണെങ്കിൽ അവരൊരു തടി യൂസ് ചെയ്യും. ഞാൻ ഇതുവരെ പറഞ്ഞു തന്നിട്ടുള്ളത് കാര്യം, നമ്മളെപ്പോഴും ഫുള്ള് കൊണ്ട് വെച്ചിട്ടല്ലേ പുഷ് ചെയ്തുകൊണ്ടിരുന്നത്. പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ ആൾക്കാർ ട്രൈസെപ്സ് കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മൾ ഫുള്ള് ചെസ്റ്റിൽ കൊണ്ടെടുത്ത് കഴിഞ്ഞാൽ ചെസ്റ്റ് ആക്ടിവേറ്റ് ആകാൻ ഭയങ്കരമായിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനൊരു ബ്ലോക്ക് വെക്കും. തടിയായിരിക്കും ശരിക്കും വെക്കുന്നത്. നാട്ടിലൊക്കെ തടിയായിരിക്കും വെക്കുന്നത്. തടി വെച്ചിട്ട് ഇവിടെ വന്ന് തൊടുന്നു, അപ്പോൾ തന്നെ എക്സ്പ്ലോഡ് ചെയ്യണം. താഴെ വരെ പോകണ്ട. ഇതിപ്പോൾ തൊടുന്നത് മാത്രമേ. ഇതിപ്പോൾ ഇട്ടിരിക്കുമല്ലേ, ഞാനിപ്പോൾ ഈ പൊസിഷനിൽ ഒന്ന് കിടന്നിട്ട് നെഗറ്റീവ് കൺട്രോൾഡാണ്, താഴോട്ട് കൺട്രോൾഡാണ്, മേലോട്ടൊറ്റ പുഷ്. അതായത് ബ്രീത്ത് വെച്ച് ഷോൾഡർ എല്ലാം ഉറപ്പ് വരുത്തണേ. താഴെ കൊണ്ട് വെച്ച് കഴിയുമ്പോഴേ. പ്രൈസ് തന്നെയാണോ? ഷോൾഡർ അല്ലല്ലോ, തൊട്ടില്ലല്ലോ അത്. 4 അങ്ങനെ തന്നെ കൊണ്ട് 5 6. എന്താ ഒരു സന്തോഷമൊക്കെ മുഖത്ത്. നമുക്ക് 2 സെറ്റും കൂടെ ഇല്ലേ? 2 സെറ്റും കൂടെ ഇല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് പറയാനിപ്പം ടോപ്പ് ഡൗൺ ലൈറ്റിംഗ് എന്ന് പറയാൻ അത്യാവശ്യം ചെറിയൊരു ലൈറ്റ് ഉണ്ട്, എന്നാലും അത്ര വലിയ ലൈറ്റൊന്നുമല്ല. ഇപ്പം മേജറായിട്ട് നിങ്ങൾ കാണുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ബോഡി പമ്പായതിൻ്റെ ഡിഫറൻസാണ്. ഓക്കെ, ജനറലി എൻ്റെ രാവിലത്തെയൊക്കെ ബോഡി എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഒരു കാണാനൊരു രസമൊന്നുമില്ല. അപ്പോൾ ഞാൻ മിററിക്കൂടെ എടുത്താലും അല്ലാണ്ട് എടുത്തെന്ന് പറഞ്ഞാൽ വലിയ രസമൊന്നും കാണത്തില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റാണ്, ലൈക്ക് എംപ്റ്റി സ്റ്റൊമക്കാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് കാർബ് അകത്ത് ചെല്ലുമോ അല്ലെങ്കിൽ ഒരു പമ്പ് വരുമോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മസിൽ ഇൻഫ്ലേറ്റ് ആകും. അത് പലർക്കും പല രീതിയിലാണ്, ചിലർക്ക് ചെറിയ ഡിഫറൻസേ കാണുള്ളൂ, പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഹ്യൂജ് ഡിഫറൻസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജിമ്മിൽ വന്നെടുക്കുന്ന ഇങ്ങനത്തെ വീഡിയോസിനും ഫോട്ടോസിനും ഒക്കെ ഒരു ഭയങ്കര ഒരു മാസീവ്നെസ് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ഞാൻ പമ്പ് ഇട്ട് കയറുവാണെങ്കിൽ ഏറെക്കുറെ സെയിം എഫക്റ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വർക്കൗട്ട്. കുറേ നേരം റെസ്റ്റ് എടുത്തിട്ടാണെന്ന് തോന്നുന്നു. സാധാരണ സൂപ്പർ സെറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സമയം കൊണ്ട് തളരുന്നതാണ്. ഇത്ര നേരം റെസ്റ്റ് എടുത്തിട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം വലിയ വെയിറ്റ് തോന്നുന്നില്ല. അടുത്തത് ശിഷ്യൻ്റെ ഊരം. ശിഷ്യ മൈക്ക് ഓണാക്കിയിട്ടിങ്ങ് വരൂ, എനിക്ക് കേൾക്കണം അന്തസത്തം. അതൊക്കെ നിൽക്കട്ടെ, ശിഷ്യൻ്റെ പ്രോഗ്രസ് പറ. മൈക്ക് ഓണാക്കിയിട്ട് ഓണാകട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ശിഷ്യൻ. ഇൻ പേഴ്സൺ ട്രെയിനിങ്ങിന് വന്ന, ചെയ്യാൻ തുടങ്ങാൻ പറയട്ടെ, അതിന് ഞാൻ കഥയെന്ന് പറയട്ടെ. പുള്ളി വന്നപ്പം എത്ര കിലോ ആയിരുന്നു നമ്മുടെ സ്കെയിലിൽ കാണിച്ചേ? സ്കെയിലിനെ പറ്റി ഒരു കോമഡി ഉണ്ട്, അത് പിന്നെ പറയാം. 92 കാണിച്ചിരുന്നത്. പിന്നെ ഒരു ദിവസം ഇപ്പോൾ അറൗണ്ട് പറയുകയാണെങ്കിൽ 2.25 മാസമായി കാണും. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു മാസം മാക്സിമം നമുക്ക് മറ്റേ ഓൺലൈനൊക്കെ ആൾക്കാർ പറയുന്ന പോലെ ഒറ്റയടിക്ക് 10 കിലോ 30 കിലോ അങ്ങനത്തെ ടൈംസ് ഒന്നും പറ്റത്തില്ല. ഹെൽത്തി റേഞ്ചിൽ കുറയ്ക്കാം. എയ്തർ 2 കിലോ പെർ മന്ത് അല്ലെങ്കിൽ മാക്സിമം 4 കിലോ. കാരണം പുള്ളി ബിഗിനർ ലെവൽ ആയതുകൊണ്ട് മാക്സിമം 4 kg മേളിൽ നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റത്തില്ല, ഹെൽത്തി അല്ല. അപ്പോൾ ആ ഒരു ടാർഗറ്റ് വെച്ച് നമ്മളിപ്പോൾ 2.25 മാസമായപ്പം അറൗണ്ട് 9 kg 10 kg കറക്റ്റാണ് പോയേക്കുന്നത്. പിന്നെ സ്കെയിലിൽ നോക്കുമ്പം അതിൽ കൂടുതൽ കുറഞ്ഞതായിട്ടുണ്ട്. അതിനൊരു കോമഡി റീസൺ ഉണ്ട്, 2 റീസൺ ഉണ്ട്. ഒന്ന്, പുള്ളി ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്
മറ്റേ ഡിജിറ്റലല്ല, അല്ലാത്തൊരു സ്കെയിലാണ്. അപ്പോൾ ആ സ്കെയിലിൽ മറ്റേ പോയിൻ്റ് ഓപ്ഷൻ കാണിക്കത്തില്ല അല്ലേ. ഇപ്പോൾ 78 പോയിൻ്റ് അങ്ങനത്തെ ഓപ്ഷൻ ഒന്നും അല്ല. 78 അല്ല 79 അങ്ങനെയൊക്കെ കാണിക്കുള്ളൂ. അപ്പോൾ കുറേ നാൾ പുള്ളി 78 അങ്ങനെ തന്നെ അയച്ചുകൊണ്ടിരുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം, 78 എന്നല്ല 80, 84, ആ റേഞ്ചിൽ അങ്ങനെ അയച്ചു. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം പുള്ളി ഡിജിറ്റൽ മേടിച്ചപ്പം ഒരൊറ്റ പോക്കായിരുന്നു, വ്യത്യാസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ചും വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, പുള്ളി മാറ്റേ വെച്ചാൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു വലിയ മിസ്റ്റേക്കാണ്. ഗ്രൗണ്ട് എപ്പോഴും സ്റ്റേബിളായ ഗ്രൗണ്ടൊക്കെ, ഇപ്പോൾ നമ്മൾ ടൈൽസോ അങ്ങനെ എന്തെങ്കിലും നല്ല കട്ടിയുള്ള സ്റ്റേബിളായിട്ടുള്ള ഫ്ലോറിൽ വേണം ചെക്ക് ചെയ്യാൻ. അപ്പം രണ്ട് രീതി ചെക്ക് ചെയ്ത് നോക്കിയാലും ഒരു 4 കിലോ ഡിഫറൻസ് വിട്ട് നോക്കിയാലും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പുള്ളി വന്നതിൽ നിന്ന് 8 to 9 kgs കുറഞ്ഞു കഴിഞ്ഞു. ഇതൊന്നും അല്ല, ഇനി കുറയ്ക്കാൻ കിടക്കുന്നില്ല, അങ്ങോട്ട് അടിക്ക്. ഇനി കഥ പറഞ്ഞു മതി പോട്ടെ. സ്ട്രെങ്തും ഫോമും ഒക്കെ ശരിയായി വരുന്നേ ഉള്ളൂ. അറിയാമല്ലോ, 2 മാസം കൊണ്ട് ആരും എക്സ്പേർട്ടൊന്നും ആകത്തില്ല. പുള്ളിയും പഠിച്ചു വരുന്നു. താഴട്ടെ, സ്ട്രെച്ചാകട്ടെ, താഴോട്ട് പോട്ടെ. ഐശ്വര്യമായിട്ട് 16 തുടങ്ങാം. നമ്മുടെ എണ്ണം എത്രയായിരുന്നു? 12. ഒന്ന് നോക്കി. 12 15 ഞാൻ മറന്നു. 12. Come on, Shishin, come on. അയ്യോ, 15 എണ്ണോ? 12 അല്ലേ? 15. പോട്ടെ. മാക്സിമം നെറ്റിയെ വരെ ഇങ്ങനെ പൊക്കി എടുത്ത് സ്ക്വീസ് ചെയ്യേ. 10 ആണേ. 1 ഷോൾഡറിലല്ല. 3 4 5 6 7 8 9 10. താഴട്ടെ പോട്ടെ. 8 1 2 3 4 5 6 പോട്ടെ. 7. ഞാനിവിടെ ഉണ്ട്. ഫുള്ള് നൂർത്തി ചെയ്താൽ മതി. ചെയ്യുന്നതെല്ലാം നൂർത്തി ചെയ്താൽ മതി. 8. ഒന്നിറങ്ങി. ഒന്നിറങ്ങും പെട്ടെന്ന്. ഒന്ന് ശാന്തനായിക്ക്. 23, 18. ബാ ബാ. നിങ്ങളെല്ലാ സപ്പോർട്ടും ഞാനും പ്രതീക്ഷിക്കുന്നു. എല്ലാം നൂർത്തേ ചെയ്യാവുള്ളേ. അതായത് ആ ബൈസെപ്സിൻ്റെ സ്ട്രെച്ച് വരുന്നതും വരെ. അതിന് ഇത്ര നൂർത്തണമെന്നില്ല. ഈ ഇത് പോകത്തില്ലേ, ബൈസ് ഇങ്ങനെ പോകുന്നത് നോക്കി ചെയ്യുക. പൊത്തണം തന്നെ കഥ പറഞ്ഞിരിക്കുക അവിടെ. 1. സ്ട്രെച്ചൊന്നും ഞാൻ കാണുന്നില്ലല്ലോ മൈൻകുട്ടിയെ. ഷോൾഡറിലല്ല, 3. ബൈസെപ്സിൽ തന്നെ എടുക്കുക. 4. സ്പീഡ് ചെയ്തോ, ഇങ്ങനെ തീരത്തില്ല. 5 6. അതും ന്യായം. 7 8. മാക്സിമം കൺട്രോൾ ചെയ്യുക. പോട്ടെ. 2 കൊണ്ട് 8 ഇങ്ങോട്ട് 19 നിർത്തിട്ട് 8 ഇറക്കി പോയേക്കുന്നു. പൊങ്ങണില്ല, നിങ്ങൾ സൗണ്ടി പറയണ്ട. നിങ്ങൾക്ക് ഈ അവസരം തരാം, അന്നേരം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. ഇതിലും വലിയ കരച്ചിൽ കേൾക്കാൻ കിടക്കുന്നേ ഉള്ളൂ. എൻ്റെ പൊന്നെ, ഷോൾഡർ ഇറക്കരുത്. എന്ത് വന്നാലും ഷോൾഡർ ഇറക്കരുത്. പോയാൽ ജീവിതകാലം നിങ്ങൾ കിടപ്പാവും. 1 2. സ്പീഡ് ചെയ്ത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3. സ്പീഡ് ചെയ്ത്. 4. കടയില്ല ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ. 7 8. മതി. ഒന്നെണീറ്റേ. ഇത് കഴിയുമ്പോൾ ഒരു സെറ്റും കൂടെ ഉണ്ട്. പക്ഷേ തൽക്കാലം ഞാൻ ചെയ്യാം. നിങ്ങളുടെ അവസ്ഥ കണ്ടുകൊണ്ട് ഞാൻ ചെയ്യാം. പുല്ലൊന്നുമല്ല, അവിടെ നില്ലേ. ഇനി ഞാൻ ചെയ്യട്ടെ. വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിലും ഇവിടെ നില്ലേ. എൻ്റെ കൈ നശിപ്പിച്ച് കളഞ്ഞു. 27.
32. കണ്ടോ, കണ്ണു പോലും കാണുന്നില്ല. പുതിയ കണ്ണാടി മേടിക്കാൻ സമയമായി. മരണം വരുന്നു. സമയമായി 27. ഫുള്ള് സപ്പോർട്ട് തരരുത്. അങ്ങനെ കുറച്ച് സപ്പോർട്ട് തരും. ഞാൻ ചെയ്യട്ടെ, എന്നെ അങ്ങനെ തന്നെ. കഴിഞ്ഞല്ലേ? ഒരെണ്ണം കൊണ്ട് 32 ഇട്. 32. സപ്പോർട്ട് വരുമ്പോൾ അങ്ങനെ തരാമല്ലേ. മാക്സിമം എന്നെക്കൊണ്ട് ചെയ്യാൻ നോക്കുക. എല്ലാ ഞരമ്പും കാണാമല്ലോ. ഇവിടെ അഞ്ച് 1 more. 27. മേരി ഹാർഡ് ലിറ്റിൽ ലാമ്പ്. ഹെൽപ്പ് മീ. 2 കൂടെ. 1 more. മാക്സിമം ഞാൻ തന്നെ വിട്ട. ഞാൻ 2 വെയിറ്റ് പറക്കട്ടെ. 5 കിലോ കൂടെ കിട്ടിയ സെറ്റ്. എൻ്റെ ഫോറാമിൻ്റെ വർക്കൗട്ടുകൾ ചോദിച്ചവർക്ക് വേണ്ടി കൂടുതലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ജനറ്റിക്കലി ഓൾറെഡി എനിക്ക് 2 അനിയന്മാരാണുള്ളത്. ഞങ്ങൾ 3 പേർക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഫോറാമുണ്ട്. അവന്മാരും ജിമ്മിലൊന്നും പോകുന്നവരല്ല. ഫോറാം ജനറ്റിക്കലി ഗിഫ്റ്റഡ് ആണ് ഒരു രീതിയിൽ. രണ്ടാമത്തേത് ഫോറാമിൻ്റെ കാര്യം പറഞ്ഞാൽ, ഒന്ന് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കാണ്. പണ്ട് ഞാൻ ബൈസപ്പ് കേൾ ചെയ്യുമ്പം ജസ്റ്റ് ഷോ ഓഫ് ആയിരുന്നു ആ ഒരു ടൈമിൽ തുടങ്ങിയ സമയത്ത്. ഞാൻ പറഞ്ഞില്ല 16 വർഷമായി 17 വർഷം കൊണ്ടായി. പക്ഷേ ഇതിൽ ഞാൻ ചെയ്ത ഒത്തിരി മിസ്റ്റേക്കുണ്ട്. ഇത്ര സമയമൊന്നും വേണ്ട ഇങ്ങനെ ഫിസിക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഞാൻ ചെയ്ത ഒത്തിരി മിസ്റ്റേക്കുകൾ കാരണമാണ്. ഡയറ്റ് ഫോളോ ചെയ്തിട്ടില്ല, പ്രോപ്പർ വർക്കൗട്ട് പാറ്റേൺ ഇല്ലായിരുന്നു, അല്ലെ പരീക്ഷയൊക്കെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാൾ ജിമ്മിൽ പോകണ്ട. അപ്പോൾ അങ്ങനെ എല്ലാം ബ്രേക്ക് ഇട്ട് അങ്ങനെ ഒത്തിരി സമയം എടുക്കണം. പക്ഷേ ഇതിനിടയ്ക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ഇട്ടാലും 1-2 ആഴ്ച ഞാൻ ബ്രേക്ക് ഇടും. പിന്നെ ഡയറ്റ് ഒന്നും കാണത്തില്ല, അല്ലെങ്കിൽ സ്ലീപ്പ് ഒന്നും കാണത്തില്ല, എന്നാലും വർക്കൗട്ട് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഒന്ന് മാത്രമേ എനിക്ക് ശരിയാകത്തുള്ളൂ. എനിക്ക് എപ്പോഴും വർക്കൗട്ട് ശരിയാണ്, ബാക്കി എന്തെങ്കിലും തെറ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര നാളെടുത്തത്. അപ്പോൾ അന്ന് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, ബൈസപ്പ് കേൾ നമ്മളിങ്ങനെ ചെയ്യുന്ന കേളില്ലേ, അപ്പോൾ അന്ന് ചെയ്തുകൊണ്ടിരുന്ന ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇത് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും പറയാം ഇവിടെ ബൈസപ്പ് ഒന്നും ചെയ്യുന്നില്ല, താത്തൊന്നുമില്ല, ഇവിടുത്തെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻഡയറക്റ്റ്ലി ഞാൻ ഫോറാം ഹിറ്റ് ചെയ്ത് ഇത് ഓവർ യൂസ് ആയിട്ട് എനിക്കിവിടെ എന്തോ ഒരു പേര് പറയുമല്ലോ ഇതിനകത്തൊരു വേദന വരുന്നത്. അത് മറ്റേ ടെന്നീസൊക്കെ കളിക്കുന്നവർക്കും അങ്ങനെയുള്ളവർക്കും കൂടുതലും വരുന്നതാണ് ഈ എൽബോ. ഇത് ഇവിടെ ഓവർ യൂസ് ആകുന്നതാണ്. ടെന്നീസ് എൽബോ ആണോ? ടെന്നീസ് എൽബോ കൂട്ടി ഇതിനകത്ത് എന്തോ ഒരു സാധനം വന്നായിരുന്നു ഇതിനകത്ത്, രണ്ടെണ്ണത്തിനകത്തും. അപ്പോൾ എനിക്ക് ബാറ് പൊക്കുമ്പോഴേ ഇതിനകത്ത് 2 വെട്ടി പൊളക്കുന്ന പോലെ വേദന വരും. അതിന് ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അവരാണ് പറഞ്ഞത് ഇവിടെ ഫുൾ ഓവർ യൂസ് ആണ്, എൻ്റെ ഫോറാം ഫുള്ള് ഡയറ്റാണ്, ഫോറാം ഭയങ്കരമായിട്ട് ഓവർ യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി. എന്നോട് പുള്ളി ചോദിച്ചു, കാരണം പുള്ളി നേവിയിലെങ്ങാണ്ട് വർക്ക് ചെയ്യുന്നൊരു ഡോക്ടറായിരുന്നു. പുള്ളി അപ്പം റിട്ടയറായി വന്നപ്പം പുള്ളി വീട്ടിൽ തന്നെ ഹോസ്പിറ്റലിൽ ഇട്ടു. അന്നേരം പുള്ളി പറഞ്ഞ് ഇത് ഓവർ യൂസ് അയക്കുന്നതാണ്. അപ്പോൾ ട്രെയിനിങ് സ്ട്രാറ്റജി മാറ്റാൻ പറഞ്ഞു. അന്ന് തൊട്ടാണ് ഞാൻ കൺട്രോൾ ചെയ്ത്, എന്നുവെച്ചാൽ മസിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. ബൈസപ്സിന് ഇന്ന് നോക്കിയാൽ എൻ്റെ ബൈസപ്സ് കമ്പാരിറ്റീവ്ലി ചെറുതും ഫോറാം ഇപ്പോഴും വലുതുമാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം വന്നേക്കുന്ന ആ ഒരു റീസൺ കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയുമ്പോൾ ഒന്ന് അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് ചെയ്തതാണ്. പിന്നീട് ഞാൻ ഫോറാമിന് ചെയ്ത വർക്കൗട്ടുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ പറഞ്ഞത് റിവേഴ്സ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇതുണ്ടോ ഇവിടെ ആക്ടിവേറ്റ് ആവും. ഒന്ന് അതാണ്. പിന്നെ ഉള്ളത് മേളിൽ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ മറ്റേ ഇത് ചെയ്യത്തില്ല. ഇത് ചിലയിടത്ത് മെഷീനുണ്ട് ഈ സാധനം, ഈ കേള്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് സ്പെസിഫിക്കലി അവരെനിക്ക് പറഞ്ഞു തന്നിരുന്നത് ഈ പറഞ്ഞ ഇതിനെ ടെന്നീസ് എൽബോ ഇതിനകത്ത് അങ്ങനെ ആയിരിക്കണം അതിൻ്റെ പേര്. അത് തന്നെയാണെങ്കിൽ ആ സാധനം മാറാൻ വേണ്ടിയാണ്. കാരണം എൻ്റെ ഇവിടെ ഭയങ്കര ടൈറ്റായിരുന്നു. അപ്പം 2 ഫോറാം ഈ സൈഡുകളിലും ഫോറാം മസിലുകളുണ്ട്, അതും കൂടെ വർക്ക് ചെയ്യിപ്പിക്കണം.
അപ്പോൾ അതും കൂടെ സ്ട്രോങ് ആകാൻ വേണ്ടി അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു പൈപ്പ് പോലത്തെ വലിയതില്ലേ, ഒരു ലോങ് സാധനം, നമ്മുടെ വടി പോലത്തെ എന്തെങ്കിലും, എന്നിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ, ഇപ്പം എല്ലാവരും ചെയ്യുന്ന ഫോറാമിൻ്റെ മൂവ്മെൻറ്റ് ഒന്നിത്, രണ്ടിത്, ഇത് കൂടാതെ ഫോറാമിന് ഇനി 2 മൂവ്മെൻറ്റും കൂടെ ഉണ്ട്. ഇത് കണ്ടോ, അതിന് താഴോട്ടും ഈ 2 മൂവ്മെൻറ്റും കൂടെ ഉണ്ട് ഫോറാമിന്. അപ്പോൾ അവർ പറഞ്ഞത് ഒരു വടി പിടിക്കുക. അപ്പോൾ വടി പിടിക്കാന്നേരം വടിയുടെ അറ്റമില്ലേ, അപ്പോൾ ഇത് വടിയായിട്ട് കൂട്ടുകയാണെങ്കിൽ, ബാറ് വടിയായിട്ട് കൂട്ടുകയാണെങ്കിൽ ഈ അറ്റത്താണ് ഞാൻ പിടിച്ചേക്കുന്നത്. അപ്പോൾ മറ്റേ അറ്റം ഇങ്ങനെ തറയിൽ കിടക്കുക. എന്നിട്ട് ഞാനിങ്ങനെ മറ്റേ അറ്റം ഇങ്ങനെ ഇവിടെ കൊണ്ട് ഇങ്ങനെ പൊക്കും, എന്നിട്ട് സ്ലോയിൽ ഇങ്ങനെ താത്തും. അപ്പോൾ ഒരു സൈഡ് ആക്ടിവേറ്റ് ആകും. മറ്റേ പോലെ തന്നെ തിരിച്ച് ഈ കമ്പിൻ്റെ അറ്റം ഇവിടെ പിടിക്കും, മറ്റേ കമ്പിൻ്റെ ആ ഒരു മറ്റേ അറ്റം അവിടെ തട്ടിക്കിടക്കുമായിരിക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ പൊക്കും, എന്നിട്ട് പയ്യെ ഇങ്ങനെ താത്തും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫോറം വർക്ക് ചെയ്തേക്കുന്നത്. ഇതിലേതൊക്കെ എന്തിനൊക്കെ എങ്ങനെയൊക്കെ വർക്ക് ചെയ്തു എന്ന് എന്നോട് ചോദിക്കരുത്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്നാണേലും അത്ര അടുത്താണോ ഇവിടെ പിടിക്കുന്നത്? ഞാനങ്ങനെ പിടിക്കുന്നത്, എനിക്കത് അതാ കറക്റ്റ് എടുത്ത് വിടുന്നത്. ജിമ്മൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തേത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പമ്പപ്പ് ആയതുകൊണ്ട് ആ ലുക്ക് കണ്ടല്ലോ, നമുക്ക് വലിയ അടിപൊളി ലൈറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല രീതിയിൽ സൈസ് പോലെയാണ് ഇരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഞാൻ രാവിലെ ഷൂട്ട് ചെയ്തപ്പോഴത്തെ വീഡിയോ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, രാവിലെ എണ്ണ ഇട്ടിരുന്നത് കയ്യില്ലാത്തത് തന്നെയായിരുന്നു. അത് വെച്ചാൽ കാണാം കൈയൊക്കെ ഇച്ചിരി കൂടി ചെറുതായിരിക്കുന്ന പോലെ. ഒരു മൈക്കോടെ വെച്ചാണ് പറഞ്ഞത്, കൈയൊക്കെ ഇച്ചിരി കൂടി ചെറുതായിട്ടിരിക്കുന്ന പോലെയാണ് രാവിലത്തെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നു. ഇനി പോസ്റ്റ് വർക്കൗട്ട് ഷേക്ക് കുടിക്കാനുള്ള ടൈമായി. പോസ്റ്റ് വർക്കൗട്ട് ഷേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും പ്രോട്ടീൻ പൗഡർ അല്ല. എൻ്റെ ഒരു കൺസെപ്റ്റ് ലോങ് ടൈമിൽ ഞാൻ നോക്കുകയാണെങ്കിൽ പ്രോട്ടീൻ പൗഡറും വൈറ്റമിൻ ക്യാപ്സ്യൂൾസ് അതൊന്നും ഇല്ലാതെ ഒരു ബോഡി ബിൽഡ് ചെയ്യുന്നൊരു കൺസെപ്റ്റ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് ഇൻ ദ ഫ്യൂച്ചർ. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. പ്രോട്ടീൻ ഇപ്പോഴും അതിരിപ്പുണ്ട്, വൈ പ്രോട്ടീനുണ്ട്. പിന്നെ അതൊക്കെ ഞാൻ ഇപ്പോഴും ഏതൊരു സിറ്റുവേഷനിൽ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല എന്നൊരു സിറ്റുവേഷനിൽ മാത്രമേ ഇപ്പോൾ എടുക്കാറുള്ളൂ. വൈറ്റമിൻ ക്യാപ്സ്യൂൾസ് ആണെങ്കിൽ പോലും എൻ്റെ ഒത്തിരി വൈറ്റമിൻ ക്യാപ്സ്യൂൾസ് ഇരിപ്പുണ്ട്. ഞാൻ എപ്പോൾ ഡെഫിഷ്യൻ്റ് ആകും തോന്നുന്നു അപ്പോൾ ആണെങ്കിൽ മാത്രം, ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അവർ പറയുകയാണ് ഇന്നത് നീ ഡെഫിഷ്യൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ എടുക്കുന്നു. വൈറ്റമിൻ ഡി മാത്രം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കും. ബിക്കോസ് ഇവിടെ സൺ ഇപ്പോൾ ഓക്കെയാണ്, ഇപ്പം സമ്മറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം സൂര്യനുള്ളപ്പം നമ്മൾ എടുക്കുന്നില്ല, ഇല്ലെങ്കിൽ എടുക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ പോസ്റ്റ് വർക്കൗട്ട് ഷേക്കിലോട്ട് വരാം. ഇതിൽ എൻ്റെ ഡയറ്റിൽ ഇപ്പോഴും മിക്കതും ജോയൽ കെല്ലറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പുള്ളിയുടെ ഡയറ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്. അപ്പോൾ ഞാൻ പലതും എൻ്റെ മാക്രോസിൽ ഞാൻ ടാർഗറ്റ് ചെയ്ത് തിരിച്ചെടുത്തേക്കുന്നതാണ്. അതുപോലെ തന്നെ വർക്കൗട്ട് ആണെങ്കിലും എൻ്റെ ഫേവറേറ്റ് ബോഡി ബിൽഡർ എന്ന് പറയുന്നത് ഫ്രാങ്ക് സൈൻ ആണ്. അപ്പോൾ പുള്ളിയുടെ മെത്തേഡ്സൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. പ്രസൻ്റ്ലി ഞാൻ പലതും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ കോമ്പറ്റീഷന് വേണ്ടി ഞാൻ ഫോളോ ചെയ്യുന്നത് ഫ്രാങ്ക് സൈൻ്റെ മെത്തേഡ്സാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചിലർക്ക് ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നാം, എങ്കിലും അടിപൊളി സംഭവമാണ്. ടേസ്റ്റ് ഒരു രക്ഷയില്ല, അതിന് തന്നെ പറയാം. ഒരു പഴം, ഫ്രോസൺ മാംഗോ, ഇനി പ്രോട്ടീൻ സോഴ്സ് വേണ്ടേ, മുട്ടയുടെ വെള്ള. അപ്പം അങ്ങനെ ഷേക്ക് അടിച്ച് കുടിക്കാവോ എന്ന് തോന്നുമായിരിക്കും. പക്ഷേ കുറച്ച് കാര്യങ്ങൾ എടുത്തു പറയാനുള്ളത്, ഒന്ന്, മുട്ട നമ്മളെപ്പോഴും ചൂടാക്കുന്നത് അതിനകത്തൊരു ബാക്ടീരിയ കില്ലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഹാഫ് ബോയിൽഡ് അങ്ങനെ പലതിലും കഴിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ജസ്റ്റ് വേഗുക എന്നുള്ളത് മാത്രമേ. അതിനകത്തൊരു കുറച്ച് ബാക്ടീരിയ ഉണ്ട്, അത് നശിപ്പിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പാക്ഡ് വരുന്നതിൽ നിങ്ങൾ കൺഫേം ചെയ്യുക ഇത് പാസ്ചറൈസ്ഡ് ആണോ. ഇത് പാസ്ചറൈസ്ഡ് ആണ്. പാസ്ചറൈസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ ഓൾറെഡി ഒരു പ്രോസസ്സ് കഴിഞ്ഞാണ് വരുന്നത്. അത് ഏറെക്കുറെ ഇതിനൊരു രീതിയിൽ ഹീറ്റ് ചെയ്യുകയാണ്. ആ ഹീറ്റിങ്ങിൽ ഓൾറെഡി ഇതിനകത്തുള്ള ബാക്ടീരിയ ഇല്ലാതാകുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾക്കിതൊരു കഴിക്കാനൊരു വൃത്തികെട്ട ഫീൽ പോലെ തോന്നുന്നെങ്കിൽ അവോയ്ഡ്, പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യും. ഓക്കെ, മാംഗോ ആയിട്ട് മാച്ച് ചെയ്യുന്നെന്തെങ്കിലും ഇട്ട് ബ്ലെൻഡ് ചെയ്യും. എനിക്കിത് ഓക്കെ ആയിട്ടാണ് തോന്നിയത്, ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ എനിക്ക് ലോ കാർബ് ഡേയ്സും ഉണ്ട്, ഹൈ കാർബ് ഡേയ്സും ഉണ്ട്. 3 days സ്ട്രൈറ്റ് ലോ കാർബ്, ഒരു ദിവസം കാർബ് പുഷ് ചെയ്യുന്നു. അപ്പം അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മൾ പോകുന്നത്. ഇതിൽ ട്രാക്ക് ചെയ്യുന്നത് തന്നെ എല്ലാം ഒന്നും ഞാൻ മെഷർ ചെയ്യുന്നില്ല, കുറച്ച് സാധനങ്ങൾ മാത്രം. ഇപ്പോൾ പഴമാണെങ്കിൽ ഈ ഒരു ഫുൾ പഴം മെഷർ ചെയ്യുന്നൊന്നുമില്ല, ഒരു പഴം. പിന്നെ മാംഗോ ചങ്ക്സ്
ഫ്രോസൺ ആണ്. ഇത് ഞാൻ 150 ഗ്രാംസേ എടുക്കുകയുള്ളൂ, കാരണം ഇന്ന് ലോ കാർബ് ഡേ ആണ്. ഹൈ കാർബിൽ വരുമ്പോൾ ഇത് 250 ആണ്. 150 പോപ്പീട്. അതുപോലെ എനിക്ക് പണ്ട് തൊട്ടുള്ളതാണ് ഡസ്റ്റ് അലർജി. ഇപ്പം നിങ്ങൾ മിക്ക വീഡിയോ ശ്രദ്ധിച്ചാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ മൂക്കലിപ്പ് പോലെ ഇങ്ങനെ വെച്ചുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അതിവിടെ ഡസ്റ്റ് എവിടെ അടിച്ചാലും ആ ഒരു റേഞ്ചിൽ മോൾഡോ അല്ലെങ്കിൽ പൂപ്പലോ അങ്ങനത്തെ എന്തെങ്കിലും അടിച്ച് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് മൂക്കൊലിപ്പും അതുപോലെയൊക്കെ ഉണ്ട്. അത് പിന്നെ ജീവിതത്തിൽ മാറത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. തുമ്മലൊക്കെ ആണ് തന്നെ പണ്ടായിരുന്നെങ്കിൽ ഒരുമാതിരി ടൈമർ വെച്ച പോലെയായിരുന്നു. രാവിലെ എണീക്കുമ്പോൾ 3 എണ്ണം, രാത്രി കിടക്കുമ്പോൾ 3 എണ്ണം. അത് ഫിക്സ്ഡ് ആയിരുന്നു, എല്ലാ തവണ ഉണ്ടായിരുന്നു. ഇത് വീട് തീർന്നില്ലേ, അങ്ങോട്ട് വീട് 30 44. ഓക്കെ. അപ്പം ഇപ്പോൾ നിങ്ങൾ ബോട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ, പഴം, മാങ്ങ, ഫ്രോസൺ മാങ്ങ. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതുപോലത്തെ കുപ്പിയിൽ എഗ് വൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് 400 ml വേണം, 400 ml എഗ് വൈറ്റ്. ഓക്കെ. ആ കമത്തിയ കുപ്പിക്കകത്ത് 200 ഉണ്ടായിരുന്നു. ഹാപ്പി. അപ്പോൾ ആ കുപ്പി തീർത്തു. കുപ്പി അവിടെ പോട്ടെ, പഴത്തൊലി അപ്പുറത്തോട്ട് പോട്ടെ. ഇനി അടുത്ത കുപ്പി പൊട്ടിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നേ പിന്നെ എനിക്കിവിടെ പെർമനൻറ്റ് വിസയൊന്നുമില്ല. വേറെ വിസയൊന്നും ആയില്ലെങ്കിൽ നാട്ടിൽ വരേണ്ടി വരും. അതുപോലെ ജോലിയുടെ കാര്യങ്ങൾ ചോദിക്കുന്നവർക്ക്, ഞാനിപ്പം പഠിച്ചത് സൈബർ സെക്യൂരിറ്റിയാണ്, പക്ഷേ വർക്ക് ചെയ്യുന്നത് ഹൗസ് കീപ്പിങ്ങിൽ സൂപ്പർവൈസറായിട്ടാണ്. പെർമനൻറ്റ് ജോലിയൊന്നുമില്ല. വിസ എന്ന് തീരുന്നു അന്ന് ഈ നാട്ടിൽ നിന്ന് കാലിയാകണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ വന്നേ പിന്നെ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ കാര്യം വെച്ചാൽ ഫുഡിൻ്റെ അവൈലബിലിറ്റി. അതുപോലെ നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പണിയെടുക്കുന്നതിൽ നിന്ന് ഫുഡിൽ നിന്ന് നമുക്ക് പഞ്ഞൊന്നും വരുന്നില്ല. ഏതൊരു കൊച്ചു പിള്ളേർക്ക് പോലും അവർ പാർട്ട് ടൈം ചെയ്താൽ പോലും അവർക്കിവിടെ ഒരു ബോഡി ബിൽഡിങ് സ്റ്റൈലിൽ തന്നെ അവർക്ക് കഴിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാൽ ഒരു 25,000 30,000 ഒക്കെ സാലറി മേടിക്കുന്നവരാണെങ്കിൽ ഇവിടുത്തെ അറൗണ്ട് സെയിം പ്രൈസ് തന്നെയാണ് നാട്ടിലും, ചില 1-2 ഫുഡുകൾ ഒഴികെ. അപ്പോൾ ഇത് നോക്ക്. അപ്പോൾ അവൈലബിലിറ്റിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെ ഇവിടെ അവൈലബിൾ ആണ്, ഫുഡ് അവൈലബിൾ ആണ്. കമ്പാരിറ്റീവ്ലി ജോലി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കഴിക്കാനുള്ളതെല്ലാം ഉണ്ട്. അപ്പോൾ അതാണ്ടേ എഗ് വൈറ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇനി കുറച്ച് വെള്ളം ഇതിനകത്തോട്ട്, കുറച്ച് തണുത്ത വെള്ളം. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെ അടച്ച് വെച്ച് ഇതിനെ നമ്മൾ ബ്ലെൻഡ് ചെയ്യും. അങ്ങോട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഷേക്കായിട്ട് വന്നേക്കുന്നത്. കുടിച്ച് കഴിഞ്ഞാൽ പക്ക മാങ്ങ അല്ലെങ്കിൽ പഴം, ഇതിന് രണ്ടിനും ടേസ്റ്റേ വരത്തുള്ളൂ. ഇതിനകത്ത് മുട്ടയുടെ വെള്ളം കിടപ്പുണ്ടെന്ന് പോലും അറിയത്തില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മളിതാണ് കുടിക്കുന്നത്. തണുപ്പാണ്. ഒറ്റയടിക്ക് തണുപ്പിടിക്ക് കുടിച്ച് കഴിഞ്ഞാൽ ഇവിടെ തലയ്ക്കകത്ത് കയറി ഒരു സംഭവമുണ്ട്, ബ്രെയിൻ ഫ്രീസ് പോലെ. അതിന് ഈ സ്ഥിരമുണ്ട്. അതുകൊണ്ട് ഞാനത് പയ്യെ കുടിച്ച് തീർക്കും. അപ്പോൾ നമ്മുടെ ഫൈനൽ മീൽ എന്ന് പറയുന്നത് ഒരു പീസ് സ്റ്റേക്ക്. ഞാൻ മെഷർ ചെയ്യുന്നൊന്നുമില്ല, ഒരെണ്ണത്തിനകത്ത് 4 എണ്ണം വരുന്നുണ്ട്. അതിലൊരു സ്റ്റേക്ക്, ബീഫിൻ്റെ സ്റ്റേക്ക് ഒരെണ്ണം എടുക്കും. അതും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബീൻസ്, സാധാ ഗ്രീൻ ബീൻസ് 100 ഗ്രാം. ഇത്രയും കഴിച്ചിട്ട് ഇന്നത്തേത് വൈൻഡപ്പ് ചെയ്ത് കിടക്കുകയാണ്. അതുപോലെ ഓരോ മീലിൻ്റെ കൂട്ടത്തിലും ഒരു അറൗണ്ട് 1/2 ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട്. വർക്കൗട്ടിന് ചെല്ലുന്ന സമയത്ത് ഒരു 2 ലിറ്റർ കുടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരു 4.5 to 5 ലിറ്റേഴ്സ് ഡെയിലി തീർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.